നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നിങ്ങളാണോ? നിങ്ങൾ പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ നീ മാറി, നീ ഇപ്പൊ പഴയ പോലെ അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇടക്കിടക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെയും പഴയ പോലെ ആകുന്ന ഒരാളാണോ നിങ്ങളുടെ ലവർ? അല്ലെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നു, പക്ഷെ ഇപ്പോഴൊക്കെ പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് റിപ്ലൈ അയക്കുമ്പോൾ പോലും കുറേ സമയമെടുത്താണോ അവർ റിപ്ലൈ തരുന്നത്? ഇതെല്ലാം ബ്രെഡ് ക്രംബിങ്ങിന്റെ സിംറ്റംസ് ആണ്. അതായത് ചെറിയ ചെറിയ ലവ്. ഈ ബ്രെഡ് ക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബ്രെഡ് കഷ്ണങ്ങളിലാണ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ ഇടക്കിടക്ക് വന്ന് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സ്നേഹം തരും. ഇത് നിങ്ങൾക്ക് പ്രതീക്ഷയായി മാറുന്നതുമായിരിക്കും. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതെന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതെല്ലാം ഞാനിന്ന് സംസാരിക്കുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. നമ്മൾ ബ്രെഡ് ക്രമ്മിങ്ങിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിലും അതിനു മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലവ് ബോംബിങ്. ഇതിന്ന് കുറേ റിലേഷൻഷിപ്പുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവർ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് വിഷമിച്ച് മുമ്പോട്ട് പോകാറുണ്ട്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരാൾ പരിചയപ്പെടുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് കുറേ സ്നേഹം തരും, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും. അവരുടെ എല്ലാ അറ്റൻഷനും എല്ലാ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് മാത്രം തരും. നിങ്ങളെ കുറെ കെയർ ചെയ്യും, നിങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ പല കാര്യത്തിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ സർപ്രൈസസുകളോ തരും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വരെ അവർ റെഡിയാകും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ കുറെ കെയർ ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തോന്നും. എപ്പോഴും അവർ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അവരോട് കുറേ ഇഷ്ടം വരാൻ തുടങ്ങും. അതുപോലെ തന്നെ അവർ നിങ്ങളെ ചിലപ്പോൾ പൊക്കി പറയും, എനിക്ക് നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇഷ്ടം കൂടുതലായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ അവർ നിങ്ങളെ അറ്റാച്ച്ഡ് ആകും. നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവരിലേക്ക് അറ്റാച്ച്ഡ് ആവും. പതുക്കെ പതുക്കെ നിങ്ങളുടെ ലോകം തന്നെ ഇവരായി മാറാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയി ഇനി ഒരിക്കലും നിങ്ങൾ ഇവരിട്ടിട്ട് പോവില്ല എന്ന് കാണുമ്പോൾ ഇവര് പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇവർ പതുക്കെ പതുക്കെ ഇവർ തന്നുകൊണ്ടിരുന്ന സ്നേഹം പിൻവലിക്കാൻ തുടങ്ങും. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അവർ നിങ്ങൾക്ക് കുറേ സ്നേഹം തരുന്നു, പിന്നെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയി നിങ്ങൾ ഇനി ഒരിക്കലും പോവില്ല എന്ന് കാണുമ്പോൾ പതുക്കെ പതുക്കെ അവർ പുറകോട്ട് പോകാൻ തുടങ്ങുന്നതാണ് ലവ് ബോംബിംഗ്. ഈ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റാച്ച്ഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ, ബ്രെഡ് ക്രമ്മിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവുന്നതാകാം, ചിലപ്പോൾ ഒരു മാസമാകാം, ചിലപ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷമായിരിക്കും ഇത് സംഭവിക്കുന്നത്. സോ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കംപ്ലീറ്റ്ലി അറ്റാച്ച്ഡ് ആയി ഇനി നിങ്ങൾ ഒരിക്കലും പോവില്ല, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിൽക്കും എന്നവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർ പതുക്കെ പതുക്കെ അവരുടെ കാര്യത്തിൽ ബിസി ആകും. അവർ അവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇമോഷണൽ ആവശ്യമുള്ള സമയത്ത് അവർ ചിലപ്പോൾ ഉണ്ടാവാണ്ടാകും. അങ്ങനെ നിങ്ങൾ അവരോട് പരാതികൾ പലതവണ പറയാൻ തുടങ്ങും. നീ മാറി, നീ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, നീ പണ്ട് കാണിച്ച സ്നേഹമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പറയും. അപ്പൊ ചിലപ്പോൾ അവർ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യും. ഗ്യാസ് ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഇതെല്ലാം നിന്റെ തോന്നലാണ്, നീ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതാണ്, ഞാൻ ബിസി ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാണ്ട് നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ, നീ എന്താ മനസ്സിലാക്കാതെ, നീ എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്, ഞാൻ എവിടെയും പോവില്ലല്ലോ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിന്ത തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ശരിയാണ്, ഞാൻ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതാണ്, അവര് ബിസി ആയതുകൊണ്ടല്ലേ, ഇതെല്ലാം എന്റെ കുഴപ്പമാണ്, ഞാനാണ് മാറണ്ടേ എന്ന് പറയും. അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് അവരുടെ തെറ്റുകൾ നമ്മളുടെ തലയിലേക്ക് തരും. അതായത്, നീ കാരണമല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്, നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ലായിരുന്നല്ലോ, നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ശരിയാണ്, എന്റെ കുഴപ്പമാണ്, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഗ്യാസ് ലൈറ്റിംഗ്. അതായത് അതൊരു മാനിപ്പുലേഷൻ ആണ്. സോ മനസ്സിലാക്കേണ്ടത് ലവ് ബോംബിംഗ്, ബ്രെഡ് ക്രമ്പിംഗ് ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ്, ഈ ടേംസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. സോ ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളോട് കുറേ സ്നേഹം കാണിക്കുന്നു, പതുക്കെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ആ സ്നേഹം പിൻവലിക്കുന്നു. ബ്രെഡ് ക്രമ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ കുറച്ച് സ്നേഹം നിങ്ങൾക്ക് തരും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതി പറയുന്ന സമയത്ത് നിങ്ങളുടെ തെറ്റാണിത്, നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതാണ്, ഞാൻ ബിസിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ചിന്ത തെറ്റാണെന്നും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ആണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇനി ഞാൻ കുറച്ച് സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡോപ്പമിൻ എന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡോപ്പമിൻ ആണ് ഒരു പ്ലഷർ ഹോർമോൺ ആണ്. ഇത് നമ്മളെ ഭയങ്കര ഹൈ ആക്കും. ഈ ഡോപ്പമിൻ നമുക്ക് എപ്പോഴും വേണം എന്നുള്ളൊരു ആഗ്രഹം വരും. പല റിസർച്ചുകളും തെളിയിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അറ്റാച്ച്ഡ് ആയി പോകുന്നതും അഡിക്റ്റഡ് ആയി പോകുന്നതും. പിന്നീട് നമ്മൾ ഒരാളുടെ അടുത്ത് ക്ലോസ് ആയി കഴിയുമ്പോൾ, ചിലപ്പോൾ ഇമോഷണലിയും ഫിസിക്കലിയൊക്കെ ക്ലോസ് ആയി കഴിയുമ്പോൾ ഓക്സിറ്റോസിൻ എന്നുള്ള വേറൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആൾക്കാരിലേക്ക് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് 1 മാസമാകാം, 2 മാസമാകാം, 6 മാസമാകാം, ചിലപ്പോൾ 1 വർഷമാകാം, ഈ സ്റ്റേജിൽ ഡോപ്പമിന്റെ ലെവൽ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാൾക്ക് വേണ്ടി ചാകാൻ വരെ റെഡി ആവുന്ന ഒരു സ്റ്റേജ് ആണ്.
പക്ഷേ ഈ സ്റ്റേജ് കഴിയുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. അതായത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിലാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലോജിക്കൽ പാർട്ട് ഓഫ് ബ്രെയിൻ അവിടെ ഓഫ് ആയിട്ടിരിക്കും. ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ അടിപൊളിയാണ്, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പതുക്കെ പതുക്കെ അവർ നമ്മളിൽ നിന്ന് അകലുന്നു എന്ന് കാണുമ്പോൾ നമ്മളുടെ ബോഡി സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മൾ പരാതി പറയും, കരയും. അപ്പോൾ നമ്മൾ അകന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അവര് ചിലപ്പോൾ തിരിച്ചു വരും. എന്നിട്ട് പഴയ പോലെ ചിലപ്പോൾ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മളോട് പെരുമാറും, ഭയങ്കര സ്നേഹം കാണിക്കും, നമ്മളെ കുറെ ഹാപ്പി ആക്കും, ചിലപ്പോൾ നമുക്ക് സർപ്രൈസ് തരും, ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റ് തരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവും. അതായത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ തിരിച്ചു വരുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു, നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആകുന്നു. അപ്പൊ നമ്മൾ കുറച്ചു നേരത്തേക്ക് നമുക്ക് ആശ്വാസം വരും. പക്ഷെ പിന്നെയും അവർ പഴയ പോലെ ആകും. ആ സമയത്ത് പിന്നെയും നമ്മുടെ ബോഡി സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നു, അവർ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഒന്ന് ആശ്വസിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും നമ്മൾ ഈ പ്രോസസ്സിൽ അഡിക്റ്റ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വിഷമിക്കുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു, വിഷമിക്കുന്നു, ഹാപ്പി ആവുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളുടെ മനസ്സിൽ ഒരു ഹോപ്പ് വരാൻ തുടങ്ങും. പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് അവർ നമ്മളോട് ഇഷ്ടം പിൻവലിച്ചാൽ പോലും നമ്മൾ ഹോപ്പ് വെച്ച് ജീവിക്കും. അതായത് അവർ പഴയ പോലെ ആകും, അവർ പഴയ പോലെ വരും. കാരണം അവർ നേരത്തെയും എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർ നേരത്തെയും വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറെ ചിന്തകൾ വന്ന് നമ്മൾ അവർ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് അവിടെ സ്റ്റക്കായി പോകും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആൾക്കാർക്കും ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. കാരണം അവരുടെ ബ്രെയിനിൽ ഒരു പ്രതീക്ഷയുണ്ട്, അവർ തിരിച്ചു വരും. അല്ലെങ്കിൽ ചില ആൾക്കാരെ പറയും, അവരെന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, എന്നെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, ഒന്ന് സുഖമാണെന്ന് ചോദിച്ചാൽ മതി, അത് മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് ആശ്വാസം വരുന്നു, പിന്നെയും പഴയ പോലെ ആകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മൂവ് ഓൺ ആകാനോ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി ആവാനോ പറ്റില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ബ്രെഡ് ക്രംബിങ്ങിന്റെ കുറച്ച് സിംറ്റംസ് പറഞ്ഞുതരാം. അതായത് ബ്രെഡ് ക്രംബിങ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുതരാം. ആദ്യത്തേത് പറഞ്ഞാൽ ദേ ഡോണ്ട് കമ്മിറ്റ് ടു എനി പ്ലാൻ. അതായത് ചില സമയത്ത് അവർ കൂടുതലും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയൊക്കെ ആയിരിക്കും. അപ്പൊ പലപ്പോഴും നിങ്ങൾ നേരിട്ട് കാണുന്നതിനെ പറ്റി സംസാരിക്കും. അപ്പൊ ഇവരത് സമ്മതിച്ചിരുന്നു, നമുക്ക് എന്തായാലും നേരിട്ട് കാണണം, നമുക്ക് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. പക്ഷെ ഒരു എക്സാക്ട് ഡേറ്റ് അവർ പറയില്ല. നിങ്ങൾ പലപ്പോഴും ചോദിക്കും, നമുക്ക് കാണണ്ടേ, നമുക്ക് അവിടെ പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴും അവരെല്ലാം സമ്മതിച്ചു എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് തരും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു ടൈമോ ഡേറ്റോ അവർ പറയില്ല. ഇനി ചിലപ്പോൾ അവർ പറയാണ്, നമുക്ക് നെക്സ്റ്റ് വീക്ക് അവിടെ പോകാം, നമുക്ക് നെക്സ്റ്റ് വീക്ക് സിനിമക്ക് പോകാം, അല്ലെങ്കിൽ കറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞാലും ആ സമയമാകുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ചിലപ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നതുമായിരിക്കും. ചില ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 തവണ നിങ്ങളുടെ കറങ്ങാനൊക്കെ ഒരു പുറത്തേക്ക് വരും. 3-ാമത്തെ തവണ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഐഡിയ അവർ സപ്പോർട്ട് ചെയ്യും, അവർ ഓക്കെ നമുക്ക് അവിടെ പോകാം, ഇവിടെ പോകാന്നൊക്കെ പറയും. പക്ഷെ അവസാന നിമിഷം അവരിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് കുറെ ഫോൾസ് പ്രോമിസസ് തരും. ഇതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്കും മൂവ് ഓൺ ആകാൻ പറ്റാത്തൊരു കാര്യം. കാരണം പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത്, അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു, ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്തായിരുന്നു, നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, നീ എന്നെ വിട്ടുപോയാൽ പോലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇങ്ങനെ കുറെ തരം ഫോൾസ് പ്രോമിസസ് തരും. ഇതിനൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറെ കെമിക്കൽസ് വരുന്നുണ്ട്. ഈ കെമിക്കൽസ് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറെ ഫോൾസ് പ്രോമിസസ് കൊടുക്കും. കാരണം ആ സമയത്ത് നമുക്ക് വേണ്ടത് അവരാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഈ ഡോപ്പമിനും കെമിക്കൽസ് ഒക്കെ ഹൈ ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരോടുള്ള അട്രാക്ഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സൈഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഇമോഷണൽ സൈഡോ അല്ലെങ്കിൽ മെന്റൽ സൈഡോ ഇങ്ങനെയുള്ള കാര്യത്തെക്കാൾ കൂടുതൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആയിരിക്കും. ചില സമയത്ത് അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതും മെസ്സേജ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ രാത്രി മാത്രമായിരിക്കാം. അല്ലെങ്കിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ ആസ്പെക്റ്റിനോടായിരിക്കും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സെക്സ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ ഐഡിയ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ പാർട്ട്ണറിന്. ഒരാൾക്ക് സെക്സ് എന്ന് പറയുന്നത് പരിശുദ്ധമായിരിക്കാം, മറ്റൊരാൾക്ക് സെക്സ് എന്ന് പറയുന്നത് പരിശുദ്ധമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പരിചയപ്പെടുമ്പോൾ സെക്സിനെ പറ്റി നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പോകുന്ന വേറൊരു കാര്യമാണ്, തുടക്കത്തിൽ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ അവർ പരാതി പറയും, നിങ്ങൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ അവർ പരാതി പറയും. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ചിന്ത ഇത്രയേ ഉള്ളൂ, ഐ ഗോട്ട് ദ റൈറ്റ് പേഴ്സൺ.
പേഴ്സൺ. മനസ്സിലാക്കുക, റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ആരെങ്കിലും ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോ തുടക്കത്തിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പതുക്കെ പതുക്കെ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് കുറേ ലേറ്റ് ആയിട്ടാണ് ഇവർ റിപ്ലൈ തരുന്നത്. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് ഇവർക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും. നിങ്ങൾക്ക് വിഷമമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഇമോഷൻ ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം വിളിക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. വൈ പീപ്പിൾ ബ്രെഡ് ക്രംബ് ഓർ വൈ പീപ്പിൾ ലവ് ബോംബ്? ഇതിനുള്ള ആദ്യത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഈ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് കോൺസെപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുടെ അറ്റൻഷൻ വേണം. വേറൊരാൾ ഇവരെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ, അതായത് വേറൊരാൾ ഇവരോട് നല്ലത് ഇവരെ പറ്റി പറയുന്ന സമയത്ത് ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കൂടും. അപ്പോൾ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഇവർ ബാക്കിയുള്ള ആൾക്കാരുടെ അറ്റൻഷനും ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അവർ പല ആൾക്കാരെയും ലോക്ക് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവാം, അറിയാണ്ടാകാം. സോ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാരാണ് ഇങ്ങനെ കൂടുതലും ചെയ്യാൻ ചാൻസ്. കാരണം അവർക്ക് എപ്പോഴും അംഗീകാരം വേണം. വേറൊരാൾ അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരാൾ പറയണം, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, നീ അടിപൊളിയാണ്, നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇങ്ങനെ നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയും അവരൊരു തരം ഹാപ്പി ആവുകയും ചെയ്യും. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കാണിക്കാറാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവർ കൂടുതലും സെൽഫ് സെന്റർഡ് ആയിരിക്കും. അവർ അവരുടെ കാര്യത്തിന് മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ഇമോഷൻസോ കാര്യങ്ങളോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് എത്ര വിഷമിച്ചാലും എത്ര കരഞ്ഞാലും അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷനോ വിഷമോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ കൂടുതലും ചിന്തിക്കാൻ പോകുന്നത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പോകുന്നത്, നീ കാരണമാണ്, നീ ചിന്തിച്ചു കൂട്ടുകയാണെന്നൊക്കെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. അതായത് എല്ലാവർക്കും ഇവർ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ആരെയും ഇവർ വിഷമിപ്പിക്കില്ല. ഇവർ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും, ആരോടും കയറില്ല, ആരോടും നോ പറയില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയായിരിക്കും ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ്. കാരണം ഇവർക്ക് എല്ലാവരുടെയും പ്രീതി വേണം, എല്ലാവരുടെയും അറ്റൻഷൻ വേണം, ആരെയും വെറുപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല നിങ്ങളെയും. പക്ഷെ നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പോവില്ല, നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടാനും നിങ്ങളെ വെറുപ്പിക്കാനും എല്ലാം ട്രൈ ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഹൗ ടു ഡീൽ ദിസ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലവ് ബോംബിങ്, എന്താണ് ബ്രെഡ് ക്രംബിങ്, എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ പാറ്റേൺ, എപ്പോഴാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്, എപ്പോഴാണ് അവർ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള നേരത്താണോ അവർ നിങ്ങളുടെ കൂടെ വരുന്നത്, അതോ ജസ്റ്റ് അവർക്ക് ആവശ്യമുള്ള സമയത്താണോ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബ്രെയിൻ നമ്മളെ പല സമയത്തും ഫൂൾ ആക്കും. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു പാറ്റേണിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അവർ നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാത്ത എന്റെ കുഴപ്പമാണെന്ന്. അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ, അവരെന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെന്നെ കുറെ സ്നേഹിച്ചിരുന്നല്ലോ, അവരെന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, അവർ ആ കാര്യം സാക്രിഫൈസ് ചെയ്തു, അവർ ഇത് ചെയ്തു എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾക്ക് വരും. അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഈ വ്യക്തിയാണ്, എനിക്കൊരു രക്ഷകനെ പോലെയാണ് ഇയാൾ വന്നത്. അങ്ങനെ പല ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓൾറെഡി നിങ്ങളോട് സിംറ്റംസ് പറഞ്ഞു, ചില സമയത്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ വളരെ പാടായിരിക്കും. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത് ഇതൊക്കെ ഉണ്ടാകും, പക്ഷെ അയാൾ എനിക്ക് നല്ലോണം അറിയാം, അയാൾ എന്നെ അങ്ങനെ ചെയ്യില്ല, അയാൾ തിരിച്ചു വരും, അയാൾ എന്റെ അല്ലേ, എനിക്ക് ഉറപ്പാണ്, അയാൾ എന്നെ ചതിക്കില്ല. ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരും. ആൻഡ് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ ലോജിക്കായിട്ട് ചിലപ്പോൾ ചിന്തിക്കില്ല. പക്ഷെ യു ഷുഡ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇല്ലെങ്കിൽ ഇതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും എപ്പോഴും നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ ആദ്യം തന്നെ നിങ്ങൾ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. അവർ എപ്പോഴൊക്കെയാണ് നിങ്ങളോട് ടെക്സ്റ്റ് ചെയ്യുന്നത്, അവർക്ക് ബോറടിക്കുമ്പോൾ മാത്രമാണോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം സെറ്റ് ബൗണ്ടറീസ്. ഇത് നിങ്ങൾ തെറ്റിക്കുന്നുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. പല സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു ബൗണ്ടറിയും വെക്കാൻ ശ്രമിക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് റെസ്പെക്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനി റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്ത് ആരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചർ ആവാം, നമ്മളുടെ സൊസൈറ്റി നമ്മളെ മൈൻഡിലേക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് സെൽഫിഷ് ആകും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് റെസ്പെക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് വില തരുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ മറന്ന്, നിങ്ങൾ നിങ്ങളുടെ വില മറന്ന് നിങ്ങൾ പലതവണയും അവരുടെ പുറകെ പോവുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ പോകുന്നു അത്രത്തോളം അവർ നിങ്ങളെ റിജക്ട് ചെയ്യുകയും
അവർ നിങ്ങളെ അകന്നു പോവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ പുറകെ പോകാണ്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ പുറകെ വരുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റും. പക്ഷെ പല ആൾക്കാരും അത് ചെയ്യില്ല. കാരണം നമ്മൾക്ക് പേടിയാണ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് സെറ്റ് ബൗണ്ടറീസ്. അതായത് നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് മിണ്ടില്ല, നീ അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടും പല സമയത്തും അവരത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ക്ഷമിക്കാൻ റെഡിയാകും. നമ്മൾ പലപ്പോഴും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്താൽ നമ്മൾ തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞ വാക്കുകൾ നമ്മൾ പാലിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ അത് അവർക്കൊരു ലൈസൻസ് ആവും. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ ചെയ്തു, പക്ഷെ അവർ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് കുറെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ റെഡിയാകും. ആദ്യത്തെ തവണ നിങ്ങൾ ക്ഷമിക്കും, രണ്ടാമത്തെ തവണ നിങ്ങൾ ക്ഷമിക്കും, പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തേ പറ്റൂ. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ദിസ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് സെറ്റ് എ ക്ലിയർ ബൗണ്ടറി. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയണം, എന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എന്നെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും മനസ്സിലാക്കുക 24 മണിക്കൂറും ആർക്കും നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്ന അത്രയും ഹൈ ആയിട്ടുള്ള ഇഷ്ടമൊന്നും പിന്നീട് അത് ഉണ്ടാവില്ല. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പൊ അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാ, എനിക്ക് എന്റെ പാർട്ട്ണറിൽ നിന്ന് വേണ്ടത് ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതല്ലാണ്ട് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാകണം. നമ്മൾ പലതവണയും സ്നേഹം കാരണം ക്ഷമിക്കാൻ റെഡിയാവും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ പലതവണയും ക്ഷമിക്കുകയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നമായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഇഷ്ടമായില്ല. അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം. നിങ്ങളുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും അവരെ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ വാക്കിന് ഞാൻ പോലും വില കൊടുക്കുന്നില്ല, അതുകൊണ്ട് നീ വില തരണ്ട എന്നുള്ളൊരു അർത്ഥം കൂടി അവിടെ ഉണ്ട്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആക്ച്വലി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒരാളിലേക്ക് കംപ്ലീറ്റ്ലി ഒതുങ്ങി പോവുകയാണെങ്കിൽ അതൊരിക്കലും ഹെൽത്തി അല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്ന് എന്നൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അന്ന് മനസ്സിലാക്കുക ആ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യു ഷുഡ് ഓൾവേസ് ലേൺ ടു ലവ് യുവർ സെൽഫ് ആൻഡ് റെസ്പെക്ട് യുവർ സെൽഫ്. സോ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ യു ഷുഡ് ഓൾവേസ് ഫൈൻഡ് വേസ് ടു ലവ് യുവർ സെൽഫ് ആൻഡ് കെയർ ഫോർ യുവർ സെൽഫ്. സോ സെൽഫ് കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സെൽഫ് ലവ് എന്താണ്, സെൽഫ് റെസ്പെക്ട് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇനി ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് സീക്ക് സപ്പോർട്ട്. എപ്പോഴും മനസ്സിലാക്കാൻ, നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ലോജിക് ആവില്ല. അതുപോലെ തന്നെ ഒറ്റയടിക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങൾ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ചിന്തകൾ വരും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒട്ടും ഓക്കെ ആയിട്ടല്ല പോകുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, എത്ര അവരോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറെ ആൾക്കാർ വിചാരിക്കും ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്യാം, എനിക്ക് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ആക്ച്വലി ലോജിക്കായിട്ട് ചിന്തിക്കില്ല. സോ എപ്പോഴും പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെയുള്ള ടൈമിൽ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരു ബ്രെയിൻ്റെ ആവശ്യമുണ്ട്. സോ ഓൾവേസ് സീക്ക് എ പ്രൊഫഷണൽ സപ്പോർട്ട്. സോ ബ്രെഡ് ക്രംബിംഗ് എന്താണ്, ലവ് ബോംബിംഗ് എന്താണ്, ഗ്യാസ് ലൈറ്റിംഗ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് സൊല്യൂഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഫസ്റ്റ് തിങ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, ആ പാറ്റേൺ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത്, സെറ്റ് ബൗണ്ടറി. നിങ്ങളുടെ ലൈഫിൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ള ആഗ്രഹം, അത് ഓപ്പൺ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ അവർ നിങ്ങളോട് പ്രവർത്തിക്കാൻ നിങ്ങൾ വാശി പിടിക്കുകയും വേണം. യു ഷുഡ് ഓൾവേസ് ടീച്ച് അതേഴ്സ് ഹൗ ടു ട്രീറ്റ് യു. നിങ്ങളെ ഒരാൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടതും ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. നമ്മുടെ സെൽഫ് റെസ്പെക്ട് മറന്ന് നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ പോവുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് നിങ്ങൾ കുറെ വിഷമിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ലേൺ ടു ലവ് യുവർ സെൽഫ് ആൻഡ് സെൽഫ് കെയർ. ഈ സെൽഫ് കെയറിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, ഇതെല്ലാം അതിൽ പെടും. സോ അതിനെപ്പറ്റിയെല്ലാം ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും, കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്, ഗെറ്റ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വിഷമം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രൈ ടു ഗെറ്റ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ദാറ്റ് മീൻസ് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. സോ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഞാൻ എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.